ലോകം രണ്ടാം സഹസ്രാബ്ദത്തിലേക്ക് ചുവടുവെച്ചപ്പോൾ കേരളം കൈരളിയുടെ പിറവിക്ക് സാക്ഷ്യം വഹിച്ചു. ഇന്ന് കേരളപ്പിറവി പോലെ ചരിത്ര സാങ്കത്യമുള്ള ഒരു മഹാസന്ദർഭത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നാം ഏവരും. മലയാളികൾക്കായി, മലയാളിയുടേത് മാത്രമായ, മലയാളികൾക്ക് പൂർണ്ണമായും അവകാശപ്പെട്ട ഒരു ടെലിവിഷൻ ചാനൽ, മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ കൈരളി ടെലിവിഷൻ ചാനൽ. വേറിട്ട മാധ്യമത്തിനായുള്ള ഒരു ജനതയുടെ ഇച്ഛയുടെ സാക്ഷാത്കാരം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഓർമ്മ വേണമി അദ്വൈത മന്ത്രം. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തെ മണിവിളക്കേ. ജീവിതത്തിന്റെ എല്ലാ തുറയിലും പെട്ട 2.5 ലക്ഷം മലയാളികൾ ഓഹരിയെടുത്തുണ്ടാക്കിയ സ്ഥാപനം. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു സംരംഭം. ഈ കുട്ടിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇയാൾ കുട്ടിയാണ് അല്ല. കൈരളി ചരിത്രവും സംസ്കാരവും ഉയർത്തിപ്പിടിച്ചു. സീരിയലുകളും റിയാലിറ്റി ഷോകളും അതിഭാവുകത്വമില്ലാതെ ചെയ്യാമെന്ന് തെളിയിച്ചു. നാട്ടുചർച്ചകളും പ്രശ്നോത്തരികളും കവിതയും കഥാപ്രസംഗവും നാടോടിപ്പാട്ടും മാപ്പിളപ്പാട്ടും മിനി സ്ക്രീനിലെത്തി. കാട്ടുകുയില് മനസ്സുക്കുള്ളേ പാട്ടുക്കെന്നും പഞ്ചം ഇല്ല പാടത്താൽ. ലോകമാകെ പരന്നുകിടക്കുന്ന മലയാളികൾ കൂടി ഉൾക്കൊണ്ടതാണ് കേരളമെന്ന് ഓരോ ചുവടിലും ഓർത്തു. കൺമണി അൻപോട് കാതലൻ നാം എഴുതും കടിതമേ. സ്ഥലമാണിത്. നഗര കേന്ദ്രീകൃതമായിരുന്ന ദൃശ്യവാർത്ത ശീതീകരിച്ച വാർത്താമുറികളിൽ നിന്ന് തെരുവുകളിലേക്ക് ഇറങ്ങി. വർഗീയതയും ഭീകരതയും യുദ്ധവെറിയും അധിനിവേശവും വാളുയർത്തിയപ്പോഴൊക്കെ മനുഷ്യത്വത്തിന്റെ കണ്ണും കാതും മനസാക്ഷിയുമായി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുതൽ പുരസ്കാരങ്ങൾക്ക് വരെ ബദലുകൾ പിറന്നു. കൈരളിയും കൈരളി ന്യൂസും കൈരളി അറേബ്യയും വിയും കൈരളി ഓൺലൈനും ഇന്ന് ഈ ജനപദത്തിന്റെ അഭിമാന സ്തംഭങ്ങൾ.
ഒരു ജനതയുടെ ആത്മാവിഷ്കാരം 25ാം ആണ്ടിലേക്ക്. കൈരളിക്ക് രജത ജൂബിലി. കാലത്തിനും ചരിത്രത്തിനും മുന്നിൽ ഞങ്ങൾ വിനയത്തോടെ നിൽക്കുന്നു. മാനവികതയുടെ കൊടിപ്പട ഉയർത്തി ഞങ്ങൾ പ്രതിജ്ഞ പുതുക്കുന്നു.